വെൺമേനാട് ശ്രീ തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. മാർച്ച് 13 മുതൽ 23 വരെയാണ് നവീകരണ കലശം നടക്കുക. പ്രത്യേകം സജ്ജമാക്കിയ ഉരുടിയിൽ ഭക്തർക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും കലവറയിലേക്കുള്ള വിഭവങ്ങൾ സമർപ്പിക്കാം. 13-ന് വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യഭരണം, മുളയിടൽ, പ്രാസാദശുദ്ധി, വാസ്തുഹോമം, വാസ്തുബലി, അത്താഴപൂജ തുടങ്ങിയവ നടക്കും. തുടർന്ന് കലാമണ്ഡലം ലക്ഷ്മി സുരേഷ് അവതരിപ്പിക്കുന്ന നങ്ങ്യാർകൂത്ത്, അഭിഷേക് അനിലിന്റെ ഓട്ടൻതുള്ളൽ എന്നിവ അരങ്ങേറും. ശനിയാഴ്ച രാവിലെ ചതുശുദ്ധിധാര, പഞ്ചകം, മുളപൂജ, തുടർന്ന് ഉച്ചപൂജ എന്നിവ നടക്കും. വൈകിട്ട് സ്ഥലശുദ്ധി, അത്താഴപൂജ എന്നിവയുമുണ്ടാകും. വൈകിട്ട് 7-ന് ശ്രീപാർവതി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 9:30-ന് തത്തക്കുളങ്ങര മാതൃസമിതിയുടെ ലളിതാ സഹസ്രനാമ പാരായണം, വൈകിട്ട് ശ്രീഭദ്ര മാതൃസമിതിയുടെ കലാസന്ധ്യ എന്നിവയുണ്ടാകും. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ശ്രീദുർഗ, ശ്രീലക്ഷ്മി മാതൃസമിതികളുടെ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 18-ന് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ ക്ഷേത്രം തന്ത്രി ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തും. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ മുഖ്യാതിഥിയാകും. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോയെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ഗുരുവായൂർ നാദബ്രഹ്മയുടെ ഭജന ഉണ്ടാകും. മാർച്ച് 20-നാണ് പ്രതിഷ്ഠ. വൈകിട്ട് 7-ന് മെഗാ തിരുവാതിര, തുടർന്ന് ഭക്തിഗാന തരംഗിണി എന്നിവയുണ്ടാകും. സമാപന ദിവസമായ മാർച്ച് 23 രാവിലെ 4:30-ന് നട തുറക്കൽ, ദേവിയെ കണി കാണിക്കൽ എന്നിവ നടക്കും. വൈകിട്ട് 7-ന് നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം അരങ്ങേറും.